എല്ലാവർക്കും പുതിയൊരു ദിവസത്തേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ഈ കുരിപ്പ് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. എന്നാണ് സ്കൂളിൽ പോകാത്ത? മടിയൊന്നും അല്ല കേട്ടോ. അവരുടെ സ്കൂളിന്റെ അവിടുത്തെ പള്ളിയിൽ പള്ളി പെരുന്നാളാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് അവർക്ക് ക്ലാസ് ഇല്ല. സോ ഇന്ന് ഞാൻ സഹായിക്കണം. അപ്പൊ കഴിഞ്ഞ 2 ദിവസം ശനി ഞായറും ഞാൻ ക്ലാസ്സിൽ പോയിരിക്കായിരുന്നത് കൊണ്ട് വീട്ടിലിരുന്നിട്ടില്ല. രാവിലെ 5:45 ആയപ്പോൾ ഇറങ്ങി പോകുന്നതാണ്. അതുപോലെ രാത്രി ആവും വരുമ്പം. അപ്പൊ അതുകൊണ്ട് വീട്ടിലത്തെ ഒരു പരിപാടികളും നടന്നിട്ടില്ല. 3 ദിവസത്തെ തുണികൾ അലക്കാനുണ്ട്, തുടങ്ങി ഒരുപാട് പണികളുണ്ട്. ഫുള്ള് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളെല്ലാം ഇന്ന് ഭയങ്കര ഹെവി ഡ്യൂട്ടീസ് ഉള്ള ദിവസമാണ്. അപ്പൊ ഇവിടുന്ന് തുടങ്ങണം എന്നറിയാണ്ട് ഞാനിങ്ങനെ വണ്ടറടിച്ചിരിക്കുകയാണ്. അപ്പൊ രാവിലെ എണീറ്റു, ചേട്ടായി കടയിൽ പോയി, ഇവളെയും വിളിച്ചെണീപ്പിച്ചു, ഭക്ഷണമൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ബാക്കി ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ തുടങ്ങാം. ശനിയാഴ്ച രാവിലെ ഞാൻ ക്ലാസ്സിൽ പോകാനായിട്ട് എണീറ്റ് റെഡിയായതിനു ശേഷം അവനെ വിളിച്ചെണീപ്പിച്ച് ഞങ്ങൾ പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും ഇവളുണർന്നു. സാധാരണ ഇവളെ ഇവിടെ കിടത്തിയിട്ടാണ് ഞങ്ങൾ പോവാറ്. ഉണരത്തൊന്നുമില്ല, നല്ല ഉറക്കത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് അവൻ തിരിച്ചു വരും, എന്നെ കൊണ്ടുവന്നാക്കിയിട്ട്. എവിടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നാക്കിയിട്ട് അവൻ തിരിച്ചു വരും. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരി എന്തായാലും എണീക്കത്തില്ല, നല്ല ഉറക്കത്തിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇവളെ കിടത്തിയിട്ട് തന്നെ പോവാറ്. പക്ഷേ ഇന്നലെ ഞങ്ങൾ റെഡിയായി ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും ഇവളുണർന്നു. പിന്നെ പെട്ടെന്ന് ഇവളെയും സ്വെറ്ററൊക്കെ ഇടിപ്പിച്ച് ഇവളെയും കൊണ്ടുപോയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവരെന്നെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ കുറേ നാളായി ഇവർ എൻ്റെ കൂട്ടത്തിൽ എറണാകുളത്തിന് വന്നിട്ട് ക്ലാസ്സുള്ള ദിവസങ്ങളിൽ സൺഡേസിൽ മിക്കവാറും ഇവർ എൻ്റെ കൂടെ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2 മാസത്തിനിടയിൽ അങ്ങനെ അധികം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ശനിയാഴ്ചയെ ഇവളിങ്ങനെ മനസ്സിൽ വിഷമിച്ചായിരുന്നു. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ കരയൊക്കെ ചെയ്തു, അതുപോലെ ഭയങ്കര സങ്കടമായിരുന്നു. അതുകൊണ്ട് പിന്നെ ശനിയാഴ്ച വൈകുന്നേരം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴാണെങ്കിലും ഇവള് പറഞ്ഞു നാളെ വരണം എന്നൊക്കെ പറഞ്ഞിരുന്നത് കൊണ്ട് ഇന്നലെ കൂട്ടത്തിൽ കൊണ്ടുപോയി. അതിലെ കൂടെ ഒക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് എൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പം തിരിച്ച് ഞങ്ങൾ 4 ആളും കൂടി ഒന്നിച്ചിങ്ങ് പോയി. അപ്പം എനിക്ക് ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അത് ഇന്ന് അപ്ലോഡ് ചെയ്യണം. അപ്പം അതിൻ്റെ ഈ ട്രെയിനിലും പുറത്തൊക്കെയുള്ള കുറേ വിഷ്വൽസിൽ നമ്മൾ സംസാരിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ ഭയങ്കര ചളിപ്പുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് റൂട്ടിലേക്ക് വരണം. അപ്പോൾ അതിനൊക്കെ വോയിസ് ഓവർ ചെയ്യണം. കുറച്ച് പരിപാടികളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവിടുത്തെ കലാപരിപാടികളേക്ക് കടക്കാനായിട്ട്. വേണ്ട നീ. അപ്പോൾ ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. തുടങ്ങട്ടെ കേട്ടാ. അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിൽ കയറി കഥയൊക്കെ അടച്ച് പാലൊക്കെ ഓഫ് ചെയ്ത് ഭയങ്കര രഹസ്യമായിട്ട് ചെയ്തൊരു കാര്യമാണിത്. കാരണം എനിക്ക് മയക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ സൗണ്ടുകളൊന്നും വരാതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, വീടിൻ്റെ തൊട്ട് ചേർന്നിട്ട് ബൈപ്പാസ് റോഡ് കടന്നു പോകണം. അപ്പം 24/7 എന്ന് പറയുന്ന പോലെ അതിലെ കൂടെ വണ്ടികൾ ഒരു പോയിന്റിൽ പോലും ഇല്ലാണ്ടിരിക്കുന്നില്ല. അത്രയധികം വണ്ടികൾ പോകുന്നുണ്ട്. ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ മോൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അവളുടെ ബഹളങ്ങൾ കാണും. അവൾ TV കാണുകയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ബെഡ്റൂമിൽ കയറി നല്ല രീതിയിൽ കഥയൊക്കെ ടൈറ്റ് ചെയ്ത് അടച്ച് ഫാനൊക്കെ ഓഫ് ചെയ്ത് ജനലും കാര്യങ്ങളെല്ലാം അടച്ച് ഒരു ഡാർക്ക് മോഡിൽ ഇരുന്നിട്ടാണ് വോയിസ് ഓവർ ചെയ്യുക. അതിപ്പോഴല്ല, എല്ലാ കാലത്തും ഞാൻ അങ്ങനെയാണ്. വീഡിയോസ് ചെയ്തു തുടങ്ങിയ കാലം മുതലേ അങ്ങനെയാണ്. എവിടെയാണെങ്കിലും ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ളൊരു പ്ലേസിൽ ഇരുന്നാലും മാത്രമാണ് നമുക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മറ്റൊരാൾ കേൾക്കുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും ആയിട്ടില്ല. ഓക്കെ, അപ്പം ഞാൻ അതിൻ്റെ പരിപാടിയൊന്നും തീർക്കട്ടെ. എന്നിട്ട് എനിക്കിവിടെ മല മുറിക്കാനുള്ള പണികളുണ്ട്. അപ്പോൾ ശരി. അപ്പോൾ വീഡിയോയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഒരുവിധം എല്ലാം സെറ്റാക്കി വെച്ചു, സേവ് ചെയ്ത് വെച്ചു. ഇനി അപ്ലോഡ് ചെയ്യേണ്ട സമയത്ത് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് അടുപ്പത്തിട്ടുണ്ടായിരുന്നു, അതായിട്ടുണ്ട്. കറിക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു. ഇനി അത് വെക്കണം. മെയിൻ ആയിട്ടുള്ള കാര്യം ഇതൊക്കെ എനിക്ക് അതിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ നടന്നു നോക്കുള്ളൂ. മെയിനായിട്ട് നമ്മൾ ടൈം കൊടുക്കേണ്ട ഒരു സാധനം പറയുന്നത് അലക്കുന്നതാണ്. അത് ഞാൻ തന്നെ ചെല്ലാതെ നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ കുറച്ചധികം അലക്കാനായിട്ടുണ്ട്. ശനിയാഴ്ച ഇട്ടിരുന്നത് വെള്ളിയാഴ്ച ഇട്ടിരുന്നത്, അത് ഞാൻ ശനിയാഴ്ചയാണല്ലോ അലക്കാറ്. അപ്പോൾ ശനിയാഴ്ച ക്ലാസ്സിൽ പോയതുകൊണ്ട് അപ്പോൾ വെള്ളിയാഴ്ച അലക്കിയിട്ടില്ല. പിന്നെ വെള്ളിയാഴ്ച പോയിട്ട് ശനിയാഴ്ചത്തേത് ഞായറാഴ്ച അലക്കണം. ഞായറാഴ്ചയും ക്ലാസ്സിൽ പോയതുകൊണ്ട് അതും അലക്കിയിട്ടില്ല. അപ്പോൾ വെള്ളി, ശനി, പിന്നെ ഞായറാഴ്ച ഞങ്ങൾ 3 ആളും പോയതിൻ്റെ അതുകൊണ്ട്. അപ്പം അങ്ങനെ 3 ദിവസത്തെ ഇഷ്ടം പോലെ തുണി അലക്കാനായിട്ടുണ്ട്. അപ്പം എന്തായാലും ഇപ്പം മൊത്തത്തിൽ എന്നെ കൊണ്ട് അലക്കാനായിട്ട് പറ്റത്തില്ല. അതിനുള്ള ആംബിയർ സർവേശ്വരൻ എനിക്ക് തന്നിട്ടില്ല. അത് മാത്രമല്ല, നല്ല വെയിലായിട്ടുണ്ട്. വെയിലത്ത് അധികം നേരം നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കിട്ട് പണി കിട്ടും. സോ കുറച്ച് അലക്കി വെക്കാം, വെയിലാവുമ്പോൾ പരിപാടി നിർത്താം, എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ബാക്കി അലക്കാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതാണ് ഇന്നത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ ആസ് യൂഷ്വൽ പെരക്കകമൊക്കെ അടിച്ചു വാരണം, തുടയ്ക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ കൂട്
ബേസിക് ആയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ബാഗ് ഇന്നലെ എല്ലാവരും കൊണ്ടുപോയ ചെരുപ്പുകൾ, ഇതൊക്കെ ഞാൻ ഇന്നത്തെ ദിവസം കഴുകി വെക്കും. എന്നാലാണ് നമ്മൾ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് ആ സാധനങ്ങൾ വീണ്ടും ആവശ്യം വരും. അപ്പം അത് മുഷിഞ്ഞിരിക്കുകയായിരിക്കുമല്ലോ, അതിഷ്ടമല്ല. അപ്പം അത് ഒക്കെ കഴുകി വെക്കണം. അപ്പം ഞാൻ എൻ്റെ കഴുത്തിലേക്ക് ഇറങ്ങട്ടെ കേട്ടോ. ബൈ. പാവാട്ടോ അമ്മേ, കുഞ്ഞു പാവ. നോക്കടാ, ഇത് കെട്ടിയിട്ടിരിക്കുന്ന തീരെ പിടിച്ചിട്ടില്ല. അവരെന്തോ തയ്ക്കാത്തേക്ക് കയറി പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. കുളിക്കണ്ടേ നമുക്ക്? മണ്ണിനകത്താ കിടന്നുരുളുന്ന രണ്ടും കൂടി. അന്ന് NSS പിള്ളേർ കൊണ്ടുതന്ന പയറാത്. അത് കുഴപ്പമില്ല. പക്ഷെ വെണ്ടത്തൈ പോയി ഞാൻ അതിനകത്ത് പകരം തക്കാളി പാകിയിട്ടുണ്ട്. പിന്നെ അന്ന് ഞാൻ കുറച്ച് ചീരയുടെ വിത്തൊക്കെ പാകിയിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ മുളച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെടിച്ചട്ടിക്ക് അകത്തും നിൽപ്പുണ്ട്. ഏറ്റവും ചോറിനാൻ വരുമ്പം സിപ്പപ്പ് മേടിച്ചോണ്ട് തരും. ഇതാ അമ്മ പൊട്ടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തന്നെയാ, അത് നോക്ക്, സെയിം അല്ലേ നോക്ക്. ആ കത്രി എടുത്തോണ്ട് കടാ, അതൊന്ന് മുറിച്ചു കൊടുക്ക. ഇതാ എന്റെ ടോവിനല്ലേ ഇടിയിട്ട് ചവിട്ടുന്നത് പെണ്ടീസെ. ഹായ്. എൻ്റെ അലക്കൊക്കെ ഞാനൊരു 3/4 ഭാഗം അലക്കി തീർന്നു കേട്ടോ. അപ്പോഴേക്കും ചേട്ടായി ചോറിന് വരാൻ സമയമായി. പിന്നെ കറിക്കൊക്കെ അരച്ച് ചേർക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങ് കയറിപ്പോയിരുന്നു. എന്നിട്ട് കറിയൊക്കെ വെച്ചു. ഇച്ചിരി എരിവ് കൂടിപ്പോയി. നമ്മളെപ്പോഴും ഈ പച്ചക്കറി മാത്രം കഴിക്കുന്നതുകൊണ്ടേ അധികം അങ്ങനെ നോൺ വെജ് കഴിക്കാറൊന്നുമില്ല. നോൺ വെജിലാണല്ലോ നമ്മൾ കൂടുതൽ എരിവൊക്കെ ചേർക്കുക. അപ്പോൾ എപ്പോഴും ഞാൻ ഈ പച്ചക്കറി തേങ്ങ അരച്ച് കറി വെക്കുന്നത് കൊണ്ട് അധികം എരിവ് ഞങ്ങളങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എങ്ങനെ ഇച്ചിരി എരിവ് കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് മനസ്സിലാവും. ഇന്നത്തെ കറിക്ക് ഇച്ചിരി എരിവ് കൂടില്ല. ശരിക്കും എരിവ് കഴിക്കുന്നവർക്ക് ചെറിയ എരിവായിരിക്കും, ഞങ്ങളങ്ങനെ കഴിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ അവളും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ എരിവ് കുറച്ചേ ചേർക്കാറുള്ളൂ സ്വാഭാവികമായിട്ടും. അപ്പോൾ എല്ലാം കൂടെ ആയപ്പം ഇച്ചിരി എരിവ് കൂടിപ്പോയി. ഞാൻ പെണ്ണ് ചോറിനത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കൊടുത്തിട്ട് മേടിക്കുന്നില്ല. എരിവാന്ന് ചേട്ടായും പറഞ്ഞു, ഞാനും പറഞ്ഞു. ചേട്ടായി ചോറൊക്കെ കൊണ്ടിട്ട് പോയി. 2 മണിയായി. അപ്പം എനിക്കിപ്പോഴാണ് വിശന്നേ. അപ്പം ഞാൻ ചോറുണ്ണതേ ഉള്ളൂ. അപ്പം ചോറുള്ളത് നേരത്തെ ഒന്നെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോസ് കാണുകയും ചെയ്യാം. മെയിനായിട്ട് ഞാൻ കാണാറുള്ളത് ഒന്നെങ്കിൽ ഉപ്പുമുളക്, അല്ലെങ്കിൽ ദിലീപിൻ്റെ ഏതെങ്കിലും പടങ്ങൾ കാണും. അത് കേൾക്കുമ്പോൾ എല്ലാവരും പറയും ഞാൻ ഭയങ്കര ദിലീപ് ഫാനാണ്. പക്ഷെ ഞാൻ ദിലീപ് ഫാനൊന്നുമല്ല, ദിലീപ് സിനിമകളുടെ ആരാധികയാണ്, അങ്ങനെ പറയാം. അപ്പം നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടുവെന്ന് തോന്നുന്നു, കണ്ടുവെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലെങ്കിൽ പോയി കാണണേ. ഞാൻ ഡെയിലി വീഡിയോ ഇടാം. മടുപ്പായിരിക്കും, മിക്ക ദിവസങ്ങളും ഒരുപോലെ തോന്നും നിങ്ങൾക്ക്, മടുപ്പായിരിക്കും. എന്നാലും കാണണേ പ്ലീസ്. Two hours later. കാലിനെന്താ കുഴപ്പം? ഉണങ്ങിയിരിക്കുന്ന കാലിപ്പ എന്തിനാ നനയ്ക്കുന്നേ? നിനക്ക് എന്നെ പറ്റിയേ? നീ പോകുന്നുണ്ടെങ്കിൽ വണ്ടിയെ കയറി, ഇല്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കും. ഇതെന്ത് ഭ്രാന്താണോ? വേഗം കയറി കാളി അങ്ങോട്ട്. ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെച്ചേക്കാം. ടീട്ടി ആ നനഞ്ഞ കാലിനകത്തേക്ക് ആ പൊടിയെല്ലാം ആക്കിയൊക്കെ നോക്കിക്കേ. ഞാൻ പരിക്കകത്ത് കയറത്തില്ല കേട്ടോ. ഞങ്ങള് ഐസ്ക്രീം, സിപ്പപ്പ് ഇതൊക്കെ ഡെയിലി ബേസിസിൽ കഴിക്കുന്നുണ്ട്. എന്താവോ എന്തോ ഇതിൻ്റെയൊക്കെ റിസൾട്ട്. എന്നാടി കാണിക്കുന്നേ? അവക്ക് ഞാൻ ക്ലേ മേടിച്ചു കൊടുത്തില്ല, അതുകൊണ്ട് അവൾ എന്നെ തണുപ്പ് വെക്കുന്നു. ശിക്ഷയാണ്, ശിക്ഷ. ഓടി കാളി. അമ്മേ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സിപ്പപ്പ് കഴിക്കുന്നുണ്ട്. എന്താവോ എന്തോ. എന്തേ ഞാനും ചുമച്ചതാ. അയാളൊക്കെ കയറി നിൽക്കുന്നേക്ക്. അടിവാതിൽ തുറന്നു വരുന്നു കടവാവല്. കിടക്കാനുള്ള പരിപാടി ആയിരുന്നു. വണ്ടി വരുന്നുണ്ടോ? ഓണാക്കിയതാണോ?
പിന്നെന്തിനാ ലൈറ്റ് ഓഫ് ചെയ്ത്? ഓ കല്യാണത്തിനൊക്കെ പോയി, അതിന്റെ ഒരു മൊഞ്ച് കാണാനുണ്ട് മുഖത്ത്. കറുപ്പിക്കാൻ മാത്രമൊന്നല്ല, മൊത്തത്തിൽ എന്തോ മുടി ഷേവ് ചെയ്തു അല്ലേ? മുടിയല്ല, മുടി ഷേവ് ചെയ്തു. തമ്മിലൊരു ചെറിയ ബിസിനസ് ഒക്കെ നടക്കുന്നുണ്ട്. കമ്മീഷൻ കിട്ടിയ രണ്ടുപേരും 500 വെച്ച് എനിക്ക് തന്നേരം കേട്ടോ. അത് സഹിച്ചത് ഞാനല്ലേ, അങ്ങനെ പറഞ്ഞത് സഹിച്ചു. എന്താണ് എന്താണ് ഇതിലേക്കൂടെ അപ്പുറത്തേക്ക് അങ്ങ് പോകും. അവിടെ അല്ലേ അവരുടെ വീട്, അവരതിലേക്കൂടെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് പോകും. ഇവിടെ എന്തിനാ വരുന്നേ? ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. എന്റെ സിപ്പപ്പ് എന്താ എനിക്ക് തിന്നാ ഇറങ്ങത്തില്ലേ? കേറി വാടി കാളി. പാഷൻ ഫ്രൂട്ട് കണ്ടോ, ഡാനിയൽ തന്നതാ. വയലറ്റ് കളറാന്നാ പറഞ്ഞേ. ഇതിന്റെ കുരു എടുത്തിട്ട് നമുക്ക് നടണം. ഒരു ദിവസം ബാഗിനകത്ത് ഇരുന്ന് അത് ചുങ്ങിപ്പോയി. അമ്മേ ഉണങ്ങിപ്പോടാ. ഇതൊന്നുമില്ലേ, ഇത് വയലറ്റ് ആണോടാ? വയലറ്റ് അല്ല, ഓറഞ്ച്. ഓറഞ്ച് അല്ല, മഞ്ഞ. ഓ അതല്ല, ഇത് ഓറഞ്ച് പ്രാഷൻ ഫ്രൂട്ടല്ലേ. സ്പൂൺ എടുക്ക. ഈ തണുത്ത വെള്ളം ഒഴിച്ചു വെച്ചിരുന്ന കുപ്പി നീ എവിടെ വെച്ചിട്ടാണ് ഉച്ചക്ക് പോയത്? ആൾക്കാർ കാണൂട്ടാ, 10 പേരെങ്കിൽ 10 പേര് ഇത് കാണൂട്ടോ. ഫ്രിഡ്ജിലാ? ഒന്നുകൂടെ പറഞ്ഞേ. ഇത് ആരാണ് ജനലിന്റെ അവിടെ കൊണ്ടുവച്ചിരുന്നത്? സത്യം പറഞ്ഞോ. അതെ ഞാൻ പറയുന്നത് കേക്ക്. ആരാ അതെടുത്ത് അവിടെ വെച്ചെന്ന് അറിയാൻ വേണ്ട. അവിടെയാണ് ആ സാധനം ഇരുന്നിരുന്നേ. നീ അല്ലെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇല്ല, അവള് കരഞ്ഞിട്ടേ ഉള്ളൂ. തങ്കു പറ, ആരാണ് ജനലിന്റെ അവിടെ വെച്ചത്? കൊച്ചാണോ അച്ഛയാണോ ജനലിന്റെ അവിടെ വെച്ചത്? അച്ഛല്ലേ ജനലിന്റെ അവിടെ വെച്ചത്? നമുക്ക് ഇരിക്കാം. ഉച്ചക്ക് വരുമ്പോ അല്ലേ? ഉച്ചക്ക് വരുമ്പോ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. എവിടെ വെച്ചിരുന്നേ? കൊച്ചു പറ, എവിടെ വെച്ചിരുന്നേ? ജനലേല്. എന്നിട്ട് കൊച്ചു അവിടെ നിന്ന് എടുത്ത് കുടിച്ചിട്ട് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. കേക്കടാ നീ എവിടെ നിന്ന് എണീറ്റ് പോയപ്പോ ജനലെടുത്ത് വെച്ചിട്ടുണ്ടാവും. നീ ഇന്ന വരെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ചൂരെടുത്തിട്ട് വേടാ. 2-3 അവന്റെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നേ. അവൻ ചോദിച്ചു ഇത് വേണോ ചേച്ചിന്ന് വെച്ചു. ഒരു 3-4 കുരുവെങ്കിലും എനിക്ക് തരണം കേട്ടോ, എനിക്ക് നടാൻ വേണ്ടിയിട്ടുള്ളതാ. ഇത് ശരിക്കും ഭയങ്കര സ്മെല്ലല്ലേ? പാഷൻ ഫ്രൂട്ടിന് ഇത്ര മണം ഉണ്ടായിരുന്നു? അത് നമ്മള് ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ കടയിൽ നിന്നൊക്കെ കുടിക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ. മധുരണ്ടോ? അതിനെ കൊച്ചു പറഞ്ഞ അല്ലേ? അത്ര മധുരം വേണ്ട. മറിഞ്ഞു പോയി. ഏത് സിനിമയാ? എനിക്ക് ബബ്ബ കണ്ടാ മതി. കടയിൽ പോയപ്പോഴേ പാത്രം കഴുകുന്ന സോപ്പ് തീർന്നായിരുന്നേ. അപ്പം എന്നാ സോപ്പായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഉണങ്ങി പൊട്ടി പോവുക. പാത്രം കഴുകാൻ നേരത്ത് ചെല്ലുമ്പോഴത്തേനും സോപ്പ് ഇങ്ങനെ വടി പോലെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ കഴുകാൻ പറ്റുന്നില്ല.
അതുകൊണ്ട് ഞാൻ ലിക്വിഡ് മേടിച്ചു. എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വലിയ ലിക്വിഡ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു സാഷ പാക്കറ്റ് മേടിച്ചു. നാളെ അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ഞങ്ങൾ മെയിനായിട്ടും മേടിക്കാൻ പോയത്. സ്നാക്സ് അങ്ങനെയൊക്കെ. കറി വെക്കാൻ വെള്ളരിക്കാൻ മേടിച്ചിട്ടുണ്ട്. ആ കുരുപ്പിന് ഇതൊക്കെ ഇറങ്ങത്തുള്ളൂ. പിന്നെ ഇന്നാളെ വെച്ച് ഞാൻ ചേന വറുത്ത് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതും കൂടി വറുത്ത് വെക്കാം എന്ന് വിചാരിച്ച് ചേന മേടിച്ചു. അപ്പം ഞാൻ ഇത് രണ്ടും ഇപ്പം തന്നെ നുറുക്കി വൃത്തിയാക്കി വെക്കുവാണെങ്കിൽ രാവിലെ എളുപ്പമുണ്ടാവുമല്ലോ. അപ്പം അത് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ കുരു എടുത്തു വെച്ചു കുറച്ച്. അത് നമുക്ക് ഈ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അല്ലേ. നിലവിൽ എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ആരൊക്കെ കിളുക്കുവോ ആരൊക്കെ പോവോ. സെറ്റ്. അപ്പോൾ നാളെ കറിക്കുള്ളതും വറക്കാനായിട്ടുള്ളതും രണ്ടും അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചു. രാവിലെ പണി എളുപ്പമാണല്ലോ. പുത്രി അവിടെ കിടന്ന് ഉറങ്ങുക. അവളെ ഉറക്കം കിടത്തേക്ക് പറഞ്ഞേ. അതങ്ങനെയാ. ഇവിടെ ഈ വീട്ടില് ഇത് CCTV സർവൈലൻസ് ഉള്ള സ്ഥലമാണ്. ഞാൻ അവളുടെ അടുത്താണ് കിടക്കുന്നത്. ഇപ്പൊ എണീറ്റ് വന്നതേ ഉള്ളൂ. നിങ്ങളുടെ സൗണ്ട് കേട്ടപ്പോൾ ഗ്രില്ല് തുറന്നപ്പോൾ ഞാൻ ഇവനെ തെറി പറയാൻ എണീറ്റതാ. ഭയങ്കരമായിട്ട് തുറന്നു. ഗ്രിൽ അത് അടച്ചിട്ടുണ്ടായിരുന്നില്ല ഗേറ്റ്. വാ വാ കയറി വാ. ഇവിടെ ഒതുങ്ങിയല്ലേ കിടക്കുന്ന വണ്ടി. അപ്പുറത്തുനിന്നാണ് ചാടില്ലല്ലോ കിടക്കുമ്പോ. പൊക്കോടാ പൊക്കോടാ വണ്ടി എടുത്തോടാ. അവര് വരുമെന്നും പറഞ്ഞ് ഇത്രയും നേരം നോക്കിയിരുന്നിട്ട് തങ്കു ഉറങ്ങി. കറക്റ്റ് തങ്കു ഉറങ്ങിയപ്പോഴത്തേനും അവര് വരികയും ചെയ്തു. അവര് വണ്ടി കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ഒരു കന്യാകുമാരിയിലെ വർക്കിന് പോവാ. 3-4 ദിവസം. 3-4 ദിവസം 22-ാം തീയതി വരുമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇന്ന് 22, ഇന്ന് 19 അപ്പോൾ പാവം തങ്കു നാളെ വീഡിയോ കാണുമ്പോൾ എന്നെ തെറി പറയും. അവളെ ഞാനാണ് നിർബന്ധിച്ച് കയറ്റി കിടത്തി ഉറക്കിയത്. നാളെ രാവിലെ ക്ലാസ്സിൽ പോകേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അവളങ്ങ് ഉറങ്ങിയപ്പോഴത്തേനും അവർ വന്നു.